നമ്മൾ മാനേജ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. രാവിലത്തെ സമയം, അതായത് നമ്മൾ ഉറങ്ങി എണീച്ച് പിന്നെ വേറെ ഒന്നിനും തലയിടുന്നതിന് മുമ്പായിട്ട് ഇഫ് വി ക്യാൻ ഹാവ് എ ടൈം ടു ജേർണൽ, കുറേ കാര്യങ്ങൾ ക്ലാരിറ്റി കിട്ടും. അതെന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ വി വുഡ് ബി ഇൻ ആൽഫ സ്റ്റേറ്റ് ആൻഡ് വി ക്യാൻ ഗെറ്റ് മോർ ക്ലാരിറ്റി. കാരണം വി മൈറ്റ് നോട്ട് പുട്ട് എനർജി, നമ്മുടെ എനർജി ഇൻ ടു എനി ഓഫ് ദ തിങ്സ് ഇൻ ദ ഫോൺ ആൻഡ് ഓൾ. അത് തൊട്ട് കഴിഞ്ഞാൽ യു ആർ ഗോയിങ് ഇൻ ഡിഫറെൻറ്റ് ഡയറക്ഷൻ. അതിന് മുമ്പായിട്ട് എപ്പോഴും ക്ലാരിറ്റിക്ക് വേണ്ടി ഒന്നിരിക്കുക, എന്നിട്ട് എക്സാക്ട്ലി നോക്കുക എവിടെയാണ് പ്രശ്നം. പിന്നെ നോർമലി ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ദർ വുഡ് ബി എ പാറ്റേൺ ഇൻ പേഴ്സൺസ് ചാലഞ്ചസ്. അതെന്താണ്, എങ്ങനെയാണ് ഒന്ന് സെൽഫ് അനലൈസ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. ബീങ് എ കോച്ച്, ഏറ്റവും കൂടുതൽ ഞാൻ കോച്ചിങ് കോൾസിൽ ചെയ്തിട്ടുള്ള എന്താണെന്ന് പറയുക, ഞാൻ ഉത്തരം പറഞ്ഞു കൊടുക്കുകയല്ല. I just ask a question and they get the answer. അപ്പോൾ if a person learns how to question themselves, they can really get a lot of clarity. അപ്പം and then they sometimes come and say, I'm ready to pay anything you want. അത്രയും ക്ലാരിറ്റി ഇത് എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. എനിക്ക് പഠിപ്പിച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു കാര്യമായിരുന്നു ദാറ്റ് ആൻസേഴ്സ് ലൈസ് വിത്തിൻ എന്നുള്ളത്. അതിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ ക്ലാരിറ്റിയിലേക്ക് നമ്പർ 1, വാട്ട് ഇസ് ദ പ്രോബ്ലം ഗോയിങ് ഓൺ, എവിടെയാണ്, എന്താണ്. ചിലപ്പോൾ നമ്മൾ വിചാരിച്ച പ്രശ്നമായിരിക്കില്ല നമുക്ക് ശരിക്കും ഉണ്ടാവുക പ്രശ്നം. ഈ നമ്മൾ സെൽഫിൽ ഉണ്ടാകുന്ന പ്രശ്നമാണ് ചിലപ്പോൾ ഇതിനെ വേഴ്സ്റ്റ് ആക്കുന്നത്. ഹൗ ഡു വി റിയാക്ട് ടു എ പ്രോബ്ലം ഇസ് എ പ്രോബ്ലം, ലൈക്ക് ഇഫ് വി ഡു നോട്ട് ലുക്ക് ഇൻ ടു ഇറ്റ് ഇൻ എ പോസിറ്റീവ് വേ. അപ്പോൾ അത് ശ്രദ്ധിക്കാൻ പഠിക്കുക, നമ്മൾ മാനേജ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. ആൻഡ് ഇൻ എക്സ്ട്രീം കേസസ് പ്ലീസ് സീക്ക് ഹെൽപ്പ്, പ്ലീസ് ഡോണ്ട് ഗോ വിത്ത് ദിസ് വൺ.